ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ് ഉപ്പൂറ്റിയും കാൽപ്പത്തിയുടെയും ഭാഗത്തുള്ള വേദന. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപ്പൂറ്റി വേദന വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ കുറയ്ക്കാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇതുപോലെ ടൈൽസ്, മാർബിൾ പോലെയുള്ള തറകളിൽ ഒരിക്കലും നമ്മൾ ചെരുപ്പിടാതെ നടക്കാൻ പാടില്ല. കയറ്റം കയറി ഇറങ്ങുക, നിരപ്പല്ലാതെ കല്ലും മണ്ണും പോലെ സ്ഥലങ്ങളിലൂടെ നടക്കുക, അങ്ങനത്തെ സമയങ്ങളിലൊക്കെ ആയിരിക്കും ഈ രോഗികൾക്ക് ബുദ്ധിമുട്ട് കൂടുതൽ അനുഭവപ്പെടുക. ചില ആൾക്കാരിൽ രക്തത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുന്നതുകൊണ്ടാകാം ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടാകുക. നമസ്കാരം, ഞാൻ ഡോക്ടർ അജയ്, സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ തൊടുപുഴയിലെ സീനിയർ കൺസൾട്ടന്റ് ഓർത്തോപെഡിഷനായി സേവനമനുഷ്ഠിക്കുന്നു. ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ഒരു മേഖല എന്ന് വെച്ചാൽ, നമ്മൾ പൊതുവെ ചുറ്റുവട്ടത്തെ എല്ലാ വീടുകളിലും കാണപ്പെടുന്ന ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ് ഉപ്പൂറ്റിയും കാൽപ്പത്തിയുടെയും ഭാഗത്തുള്ള വേദന. നമ്മൾ നോക്കിയാൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടുകളിൽ ആരെങ്കിലും ഒരാൾക്ക് ഈ ഒരു പ്രശ്നം അവരെ അലട്ടുന്നുണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഉപ്പൂറ്റി വേദന അല്ലെങ്കിൽ കാൽപ്പത്തിക്ക് വേദന വരുന്നതിന് പല കാരണങ്ങളുണ്ട്. ഉപ്പൂറ്റിയുടെ പിൻഭാഗത്ത് വേദന വരാം, ഉപ്പൂറ്റിയുടെ അടിഭാഗത്ത് വേദന വരാം, പിന്നെ കാൽപ്പത്തി ഭാഗത്ത് വേദന വരാം. സാധാരണഗതിയിൽ ഇങ്ങനത്തെ പ്രശ്നം അലട്ടുന്ന ആൾക്കാർക്ക് ഈ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ തോന്നുന്നത് രാവിലെ അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആദ്യമായി കാൽ നിലത്ത് ഉറപ്പിക്കുമ്പോൾ ആദ്യത്തെ ഒരു 3-4 പടി എടുത്തു വെക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇവരെ ബുദ്ധിമുട്ട് ഉണ്ടാവുക. കുറച്ചൊന്ന് നടന്നു കഴിയുമ്പോൾ അവരുടെ വേദനയും പ്രശ്നങ്ങളും കുറയാൻ തുടങ്ങും. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് എഴുന്നേറ്റ് നടക്കുമ്പോൾ ആദ്യത്തെ ഒരു 3-4 ചൂടുകളാണ് ഏറ്റവും കൂടുതൽ വേദന ഇവർക്കുണ്ടാവുക. ഇതിന്റെ കാരണങ്ങൾ പലതരമാണ്. പക്ഷെ ഇതിനൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇങ്ങനത്തെ പ്രശ്നം നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ ഭൂരിഭാഗം വീടുകളിലും അല്ലെ വീടിന്റെ തറ, ടൈല്, മാർബിൾ അഥവാ ഗ്രാനൈറ്റ്, ഈ പറഞ്ഞ 3 പ്രതലങ്ങളും തണുപ്പ് നിൽക്കുന്ന ഒരു പ്രതലമാണ്. ഈ തണുപ്പ് പ്രതലത്തിൽ നമ്മൾ ചെരുപ്പിടാതെ നടക്കുമ്പോഴാണ് ഭൂരിഭാഗം ആൾക്കാർക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് മാറാതിരിക്കുന്നതും. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീടിനകത്തും പുറത്തും മുഴുവൻ സമയവും ഒരു പാദരക്ഷ ഉപയോഗിക്കണം. ചെരുപ്പ് ഉപയോഗിക്കാതെ നടക്കുമ്പോൾ നമ്മൾ മരുന്നുകൾ കഴിച്ചാലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താലും നമ്മുടെ ഉപ്പൂറ്റുവേദന വിട്ടുമാറാതെ വരികയും അല്ലെങ്കിൽ ഉപ്പൂറ്റുവേദന മാറാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് ഇതുപോലെ ടൈൽസ്, മാർബിൾ പോലെയുള്ള തറകളിൽ ഒരിക്കലും നമ്മൾ ചെരുപ്പിടാതെ നടക്കാൻ പാടില്ല. ചെരുപ്പ് നമ്മൾ മുഴുവൻ സമയവും ഉപയോഗിക്കണം. പിന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇപ്പൊ മലയോര മേഖലകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കയറ്റം കയറി ഇറങ്ങുക, നിരപ്പല്ലാതെ കല്ലും മണ്ണും പോലെ സ്ഥലങ്ങളിലൂടെ നടക്കുക, അങ്ങനത്തെ സമയങ്ങളിലൊക്കെ ആയിരിക്കും ഈ രോഗികൾക്ക് ബുദ്ധിമുട്ട് കൂടുതൽ അനുഭവപ്പെടുക. അപ്പോൾ ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അങ്ങനെയുള്ള നടപ്പുകൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക. കയറ്റം കയറി ഇറങ്ങുക, നിരപ്പല്ലാതെ കല്ലും മണ്ണും പോലെ സ്ഥലത്തൂടെ നടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കി ശ്രദ്ധിച്ച് പോവുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ അധികം സമയമുള്ള നിൽപ്പ്. ഉപ്പൂറ്റിയുടെ വേദന അനുഭവിക്കുന്ന അല്ലെങ്കിൽ കാൽപ്പത്തി വേദന അനുഭവിക്കുന്ന രോഗികൾ ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യം അതാണ്, കുറെ അധികം സമയമുള്ള നിൽപ്പ്. തുടർച്ചയായിട്ട് കുറെ അധികം സമയം നിന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കാൽഭാഗത്തിനും ഉപ്പൂറ്റിക്കും അതിൻ്റെതായ സ്ട്രെയിൻ വരികയും വേദന വിട്ടുമാറാതെ നിൽക്കുകയും ചെയ്യും. അതും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എന്തെങ്കിലും വ്യായാമമൊക്കെ ചെയ്യുന്ന ആൾക്കാർ പുതിയതായിട്ട് വ്യായാമം തുടങ്ങുമ്പോൾ അവർക്ക് അതിന്റെ ഭാഗമായിട്ട് ഉപ്പൂറ്റുവേദന ഉണ്ടാവുകയാണെങ്കിൽ ആ വേദനയൊന്ന് മാറി അല്ലെ വേദനയൊന്ന് കുറയുന്നത് വരെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യായാമം തൽക്കാലത്തേക്കൊന്ന് നിർത്തി വെക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ ഈ ചൂട് കാലമാണ്, എല്ലാവരും രാത്രി ഉറങ്ങാൻ നേരം വീട്ടിൽ AC ഒക്കെ ഇട്ടാണ് ഉറങ്ങുന്നത്. AC ഇട്ട് നമ്മൾ കിടന്ന് കാൽപാദം പുതയ്ക്കാതെ അല്ലെ ഉപ്പൂറ്റി ഭാഗത്തേക്ക് കവർ ചെയ്യാതെ കിടക്കുകയാണെങ്കിൽ രാത്രി സമയത്ത് ഈ AC-യുടെ തണുപ്പ് നമ്മുടെ കാലിലേക്ക് അടിക്കുകയും അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് കൂടുകയും മാറാതിരിക്കുകയും ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. രാത്രി സമയത്ത് ഉറങ്ങുമ്പോൾ നമ്മൾ കാൽപാദത്തിന് ഒന്നുകിൽ കട്ടിയുള്ളൊരു ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ കട്ടിയുള്ളൊരു സോക്സ് ഉപയോഗിച്ച് തണുപ്പടിക്കാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപ്പൂറ്റുവേദന വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ കുറയ്ക്കാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നമ്മൾക്ക് വേദനയ്ക്ക് വ്യത്യാസമൊന്നും കാണുന്നില്ലെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഈ വേദനയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുകയോ രക്തം ടെസ്റ്റ് ചെയ്ത് നോക്കുകയോ ചെയ്യേണ്ടതാണ്. ചില ആൾക്കാരിൽ രക്തത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുന്നതുകൊണ്ടാകാം ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടാകുക. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ വേദന വിട്ടുമാറാതെ നിൽക്കും. അങ്ങനത്തെ ആൾക്കാരിൽ ഈ രക്തം ടെസ്റ്റ് ചെയ്ത് നോക്കി യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനായ മരുന്ന് കഴിച്ചാൽ മാത്രമേ അവരുടെ ബുദ്ധിമുട്ടുകൾ കുറയത്തുള്ളൂ.
ഇത്രയുമാണ് നമ്മൾ ഇതിനെപ്പറ്റി മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഒരിക്കൽ നമ്മൾക്ക് വേദന വന്ന് നമ്മൾ അതിൻ്റെതായ ചികിത്സ എടുത്ത് ഈ വേദന വിട്ടു മാറിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വരാതിരിക്കാനായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വ്യായാമം. നമ്മുടെ ഈ ഉപ്പൂറ്റിയുടെ ഭാഗത്തെ നീർക്കെട്ട് വന്ന ദശകളുടെയും മസിൽസിന്റെയും സ്ട്രെച്ച് ചെയ്യാനുള്ള വ്യായാമങ്ങളുണ്ട്. ആ വ്യായാമങ്ങൾ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്ത് കാലിലേക്ക് തണുപ്പടിക്കുന്ന പോലത്തെ കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കൽ ഈ ബുദ്ധിമുട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വരാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. നന്ദി, നമസ്കാരം.